പുതിയ തൊഴിലാളികളെ പണിക്കിറക്കുന്നതിന് മുമ്പ് മേറ്റുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ആദ്യം ജന്മൻരേഖ ആപ്പ് എടുക്കുക. ജന്മൻരേഖ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരും അതുപോലെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാത്തവരും അത് ചെയ്യേണ്ട പ്രോസസ്സിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് അതുപോലെ ചെയ്യുക. ജന്മൻരേഖ ആപ്പ് എടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നോ വർക്കേഴ്സ് അറ്റൻഡൻസ് ഓർ പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ജന്മൻരേഖ ആപ്പിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ നോ വർക്കേഴ്സ് അറ്റൻഡൻസ് ഓർ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഒരു 4 അക്ക പിൻ നമ്പർ ചോദിക്കും. ആ പിൻ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനി ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്ലോക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അടുത്തതായി കൊടുത്തിട്ടുള്ള ഓപ്ഷൻ വില്ലേജാണ്. ഇവിടെ വില്ലേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഡാണ്. പുതിയതായിട്ട് പണിക്കിറങ്ങുന്ന തൊഴിലാളിയുടെ വാർഡ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ തൊഴിലാളിയുടെ തൊഴിൽ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത തൊഴിൽ കാർഡ് നമ്പർ ശരിയാണോ എന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം യെസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് തൊഴിൽ കാർഡ് കാണാൻ പറ്റും. ഇവിടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇവിടെ ABPS സ്റ്റാറ്റസ് എന്നുള്ളത് കണ്ടല്ലോ. തൊഴിലാളികളുടെ ആധാർ NPCI മാപ്പിംഗ് ആണോ അല്ലേ എന്നുള്ളത് അവർക്കിവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ആദ്യത്തെ ആളിന് 3 ടിക്കുമുണ്ട്. അപ്പോൾ ആ ആളിന് NPCI മാപ്പിംഗ് എനേബിൾഡ് ആണ്. അപ്പോൾ ആ വ്യക്തി പണിക്കിറങ്ങിയാലും ആ വ്യക്തിക്ക് ആധാർ മാപ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലായിരിക്കും പൈസ വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആധാർ സീഡഡ് അതുപോലെ ആധാർ ഓതൻറ്റിക്കേറ്റഡ് ABPS എനേബിൾഡ് ഇൻ NRG സോഫ്റ്റ് ഈ 3 ഓപ്ഷനിലും ടിക്ക് വീണാൽ മാത്രമേ ആ തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിൽ NPCI മാപ്പിംഗ് ആക്റ്റീവായിട്ടുള്ളൂ. ഇതിലുള്ള രണ്ടാമത്തെ ആളുടെ അക്കൗണ്ടിൽ ഒരിടത്ത് ടിക്ക് വീണിട്ടില്ല. അപ്പോൾ ആൾ NPCI മാപ്പിംഗ് ആയിട്ടില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. ഇതുവരെ പണിക്കിറങ്ങാത്തവരോ അല്ലെങ്കിൽ പുതിയതായിട്ട് ബുക്ക് എടുത്തവരോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിൽ കാർഡ് ഇതുപോലെ ജന്മൻരേഖ ആപ്പിൽ മേറ്റുമാർക്കോ അല്ലെങ്കിൽ തൊഴിലാളികൾക്കോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ റിപ്പോർട്ടിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി.